ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ ഡയറ്റ് പ്ലാൻ ഞാൻ നിർമ്മിച്ചതൊന്നുമല്ല. ഇന്ത്യയിലെ തന്നെ അതിപ്രശസ്തനായിട്ടുള്ള ഒരു ബോഡി ബിൽഡറും അതേപോലെ തന്നെ ഫിറ്റ്നസ് വ്ളോഗറുമായിട്ടുള്ള യതീന്ദർ സിംഗ് ഈ അടുത്തായിട്ട് അവതരിപ്പിച്ച ഒരു ഡയറ്റ് പ്ലാനാണ്. ഈ ഒരുപാട് പൈസയൊന്നും ചിലവാക്കാനില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സുകളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഡയറ്റ് പ്ലാനാണ്. ഈ ഒരു ഡയറ്റ് പ്ലാനിനായിട്ട് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ഡേ ഒരു 165 രൂപയാണ്. ഒരു 165 രൂപ നിങ്ങൾക്ക് ദിവസവും ചിലവാക്കാനുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഇതിൽ കുറച്ച് ഒരു ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ ഈ ഒരു ഡയറ്റ് പ്ലാനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും എല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഡയറ്റ് പ്ലാനാണ്. ഫ്രണ്ട്സ്, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ആ ഒരു ചീപ്പസ്റ്റ് ആയിട്ടുള്ള സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡയറ്റ് പ്ലാൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ 130 ഗ്രാമാണ് പെർ ഡേ കിട്ടുന്നത്. അത് കണക്ക് തന്നെ കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നത് 338 ഗ്രാം, ഫാറ്റ് 69 ഗ്രാം. ടോട്ടൽ കലോറി നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2550 കലോറിയാണ്. ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചതാണ്, വായിച്ച് നിങ്ങൾക്കായിട്ട് കേൾപ്പിച്ച് തരുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് 250 ml ആണ്. നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തോളൂ, മുമ്പ് വെച്ചോളൂ, നിങ്ങൾ എഴുതിയെടുത്തോളൂ, അതിനുശേഷം നിങ്ങൾക്കിത് ഫോളോ ചെയ്യാം. മിൽക്ക് 250 ml, ഏത്തപ്പഴം 2 എണ്ണം, പീനട്ട് നമ്മുടെ കപ്പലണ്ടി 50 ഗ്രാം. പീനട്ട് നിങ്ങൾക്ക് അല്പം റോസ്റ്റ് ചെയ്ത് കഴിച്ചാലും കുഴപ്പമില്ല. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണ്ടുന്നത്. നിങ്ങൾക്ക് ഇതിന് ചിലവാകുന്ന ഒരു ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 40 രൂപയാണ്. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്ന പ്രോട്ടീൻ 23 ഗ്രാം, കാർബോഹൈഡ്രേറ്റ് 58 ഗ്രാം, ഫാറ്റ് 33 ഗ്രാം. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്നാക്സ് മീലായിട്ട് കഴിക്കാം. ഒരു 3 മുട്ട, അതേ കണക്ക് തന്നെ 200 ഗ്രാം പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, 3 മുട്ടയും 200 ഗ്രാം ഉരുളക്കിഴങ്ങും. നിങ്ങൾക്ക് അതിനുവേണ്ടി ചിലവാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 28 രൂപയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ പ്രോട്ടീൻ 22 ഗ്രാം, കാർബോഹൈഡ്രേറ്റ് 35 ഗ്രാം, ഫാറ്റ് 15 ഗ്രാം. അടുത്തായിട്ട് നമുക്ക് നേരെ ലഞ്ചിലോട്ട് പോകാം. ലഞ്ചിന് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയാ ചങ്ക്സ് നിങ്ങൾക്ക് ഉള്ളിയും അതേപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഇട്ട് ഒരു കറിയാക്കി എടുക്കാം. റൈസ് നിങ്ങൾക്ക് ഒരു 100 ഗ്രാം എടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുക്കുംബറും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു ലഞ്ചിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നത്. നമുക്കതിനകത്ത് കിട്ടുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു 32 ഗ്രാം കിട്ടുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് 95 ഗ്രാം നമുക്ക് കിട്ടുന്നുണ്ട്. സോയാ ചങ്ക്സ് 50 ഗ്രാം, റൈസ് 100 ഗ്രാം, 1 കുക്കുംബർ ആഡ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുനിന്നുള്ള ഫൈബേഴ്സും മറ്റുള്ള കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഡയറ്റ് മാത്രം പോരാ, ഒരു നല്ല വർക്കൗട്ടും ആവശ്യമാണ് ഒരു നല്ല മസ്കുലറായിട്ടുള്ള ബോഡി ഉണ്ടാക്കിയെടുക്കുന്നതിന്, അതേപോലെ തന്നെ സൈസ് ഗെയിൻ ചെയ്യുന്നതിന്. നിങ്ങൾക്ക് വർക്കൗട്ട് മസ്റ്റായിട്ടും ആവശ്യമാണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 ഗ്രാം ഓട്സാണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ 3 എഗ്ഗിൻ്റെ ഓംലേറ്റ്, മുട്ട ഓംലേറ്റ്. മുട്ട ഓംലേറ്റ് കഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ 3 എണ്ണത്തിൽ നിന്നും 2 എണ്ണത്തിൻ്റെ മഞ്ഞ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുക. അതിനുശേഷം അതിനെ ഓംലേറ്റ് ആക്കുക, കഴിക്കുക. 50 ഗ്രാം ഓട്സാണ് കൂടെ വേണ്ടുന്നത്. നിങ്ങൾക്ക് അതിന് ചിലവാകുന്ന പൈസ എന്ന് പറഞ്ഞാൽ 28 രൂപയാണ്. അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോട്ടീൻ 18 ഗ്രാം കിട്ടുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് 32 ഗ്രാം കിട്ടുന്നുണ്ട്, അതിനൊക്കെ തന്നെ ഫാറ്റ് 5 ഗ്രാമാണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഒരു പ്രീ വർക്കൗട്ട് മീൽ എന്ന് പറയുന്നത്. അതിനുശേഷം വർക്കൗട്ടിന് ശേഷം പോസ്റ്റ് വർക്കൗട്ടായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് വൈറ്റ് ബ്രെഡ്, ഒരു 4 സ്ലൈസ് വൈറ്റ് ബ്രെഡും അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ 500 ml മിൽക്കുമാണ്. അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലവാകുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഒരു 37 റുപ്പീസ്, 37 രൂപയാണ്. കിട്ടുന്ന പ്രോട്ടീൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 28 ഗ്രാം, കാർബോഹൈഡ്രേറ്റ് 50 ഗ്രാം, ഫാറ്റ് 16 ഗ്രാം. നിങ്ങൾ ചോദിക്കും ഈ
വൈറ്റ് ബ്രെഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പം നിങ്ങൾ ഒരു വർക്കൗട്ടിന് ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് വൈറ്റ് ബ്രെഡിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വൈറ്റ് ബ്രെഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഡിന്നറിലോട്ട് പോകാം. ഡിന്നറിന് നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദാല് പരിപ്പ് കറിയാണ്. 50 ഗ്രാം പരിപ്പ് നമുക്കെടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ചെറുപയർ ഒരു 50 ഗ്രാം എടുക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് 2 ചപ്പാത്തി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ പ്രോട്ടീൻ 15 ഗ്രാം കിട്ടുന്നുണ്ട്. അതേപോലെ കാർബോഹൈഡ്രേറ്റ് 68 ഗ്രാം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ചിലവാകുന്ന പൈസ എന്ന് പറയുന്നത് 12 രൂപയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ ഡയറ്റ് വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ 90 ദിവസം ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഒരു വീഡിയോയാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, ചീപ്പസ്റ്റ് ഒരുപാട് പേര് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, ഒരുപാട് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ വേണം. അപ്പം അങ്ങനെ ആവശ്യപ്പെട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ഒരെണ്ണമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ 125 രൂപയിൽ കുറഞ്ഞൊന്നും അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നത് നമുക്ക് വേണ്ടുന്ന അത്യാവശ്യം മാക്രോ ന്യൂട്രിയൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ആഹാര രീതിയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പം പലർക്കും ഒരു സംശയം കാണും, ഈ സോയാ ചങ്ക്സ് ദിവസേന 50 ഗ്രാം വെച്ച് കഴിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ എന്നുള്ളത്. ഒരു കുഴപ്പമില്ല. സോയാ ചങ്ക്സ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണൊന്നും വർദ്ധിക്കത്തൊന്നുമില്ല. 50 ഗ്രാമൊക്കെ ഇനഫാണ്, നിങ്ങൾ അതിൽ കൂടുതൽ കഴിക്കേണ്ട. ഓക്കെ, 50 ഗ്രാം നിങ്ങൾക്ക് ദിവസേന കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡയറ്റ് വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ഡയറ്റ് പ്ലാൻ തപ്പിക്കൊണ്ടുവന്നത്. മസിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, അതിനൊക്കെ തന്നെ സൈസ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പം നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കൂ. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ്. ബൈ.